السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള വിശ്വാസിനികൾ, പരമകാരുണ്യവാനും ദയാലുവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടജീവിതം പാപമുക്തമാക്കി തീർക്കുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലി തിരക്കുകളും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും പഠിക്കാനുമൊക്കെ ശ്രദ്ധ പുലർത്തുകയും അതുപോലെയുള്ള ധാരാളക്കണക്കിന് നന്മകൾ ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അത് സ്വർഗം നേടുക എന്നതാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുനിയാവോട് കൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് മരണത്തിന് ശേഷം ഒരു ജീവിതം കടന്നു വരാനുണ്ട് എന്ന് വിശ്വസിക്കുകയും
ആ ഒരു ലോകത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇവിടെ എങ്ങനെ നന്നായി ജീവിക്കാം എന്നതല്ല, മറിച്ച് പരലോകത്ത് എങ്ങനെ നന്നായി ജീവിക്കാൻ സാധിക്കും എന്നതാണ്. അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മളെല്ലാവരും അധ്വാനിച്ച് നേടിയെടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അനകറാക്കിബിൻ, ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തളല്ല തഹ്ത ശജറത്തിൻ, ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്നു. ആ വിശ്രമം കഴിഞ്ഞാൽ എന്റെ യാത്ര എനിക്ക് തുടരേണ്ടതുണ്ട് എന്നതാണ്. ആ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന വളരെ കുറഞ്ഞ സമയം, അതുമാത്രമാണ് ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ആ പരലോകത്ത് അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ പരിഗണിച്ച് അതിനൊക്കെ നമുക്ക് പ്രതിഫലം തരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അവിടെ വരുന്ന സമയത്ത് ചില ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു പരിഗണിക്കുകയേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല രൂപത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഒരു മാസം കഠിനമായി അധ്വാനിച്ച് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളും മറ്റുമൊക്കെ നമുക്കുണ്ടായിട്ടും അതിന്റെ ഇടയിൽ അധ്വാനിച്ച് ശമ്പളം വാങ്ങാൻ നമ്മുടെ മുദീറിന്റെ അടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ മാസത്തെ സാലറി ഇല്ല, അത് തരില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മാനസികമായി അനുഭവിക്കുന്ന ഒരു പ്രയാസം അത് മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ദുനിയാവ് പോലെയല്ല പരലോകം. ഇവിടെ നമുക്ക് സാലറി ഇല്ല എന്ന് പറഞ്ഞാൽ ആ മാസത്തോടു കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ജോലിയൊക്കെ ഒഴിവാക്കി നമ്മുടെ നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്തൊരു ജോലി നമുക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ ആ സാലറി വാങ്ങാനുള്ള ഒരുപാട് വഴികൾ നമുക്ക് ദുനിയാവിലുണ്ട്. പക്ഷേ പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാന്റെ മുമ്പിലെത്തി റബ്ബ് നമ്മളോട് പറയുന്നു, ഇല്ല, ഈ കർമ്മങ്ങൾക്കൊന്നും പ്രതിഫലമില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരവസരമില്ല. ആ കർമ്മങ്ങളുടെ പ്രതിഫലം വാങ്ങിത്തരാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്റെ മുമ്പിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, പല പ്രായത്തിൽ യുവാക്കളുണ്ട്, അതേപോലെ തന്നെ പ്രായം കുറച്ചായ ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. ആലോചിച്ചൊക്കെ ഈ കാലം വരെ നമ്മൾ നിസ്കരിച്ച നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ ക്ലാസുകൾ, നമ്മുടെ മറ്റു അധ്വാനങ്ങൾ, സാമ്പത്തികമായി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ നൽകിയ ഒരുപാട് സഹായങ്ങൾ, നാളെ പരലോകത്തെത്തുമ്പോ പടച്ചോൻ പറയാണ് ഇതിനൊന്നും പ്രതിഫലമില്ല. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ ഇത്രയും കാലത്ത് നമ്മുടെ അധ്വാനങ്ങളെ പടച്ചറബ് സ്വീകരിച്ചിട്ടുണ്ടോ? 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 2 ചോദ്യത്തിന്റെ ഉത്തരവ് നമ്മൾ കണ്ടെത്തുക. നമ്മുടെ ഇക്കാലം അത്രയും ചെയ്ത ഈ കർമ്മങ്ങളിൽ ആ 3 മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കർമ്മങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു പരിഗണിക്കും എന്നതാണ്. എന്നാൽ ആ 3 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, ഒരു മാനദണ്ഡം ഇല്ല എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പടച്ചറപ്പ് ആ കർമ്മങ്ങളെ പരിഗണിക്കുകയില്ല എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്, പരലോകത്ത് അവർ അധ്വാനിച്ചു വരും, ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിച്ചവർ വരും. പക്ഷേ അവരെ തസ്ലാ നാറൻ ഹാമിയ, കത്തിയാളുന്ന നരകത്തിലേക്കാണ് അവർ വലിച്ചെറിയുക എന്ന് ഖുർആൻ പഠിപ്പിച്ചൊരു വിഭാഗം ആളുകളുണ്ട്. അതിപ്പറഞ്ഞ ആളുകളാണ്. അതിലൊന്നാമത്തെ മാനദണ്ഡം, നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഈമാൻ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ഈമാൻ എല്ലാ കാര്യത്തിന്റെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഈമാൻ ഇല്ലെങ്കിൽ ഒന്നും റബ്ബ് പരിഗണിക്കില്ല. എന്ന് മാത്രല്ല, ഈമാൻ എവിടെ നഷ്ടപ്പെടുന്നോ അവിടം വരെയുള്ള എല്ലാ കർമ്മങ്ങളെയും പടച്ച റബ്ബ് പൊളിച്ചു കളയുമെന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈമാൻ ഉണ്ടാവുക,
അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ ആ ഈമാൻ എത്രത്തോളം ഉണ്ടാവണം എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്, അല്ലദീന ആമനൂ, ഒരു പറ്റം വിശ്വാസികളായ ആളുകൾ, വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ അവർ അക്രമം കലർത്തിയിട്ടില്ല. ഈ ദുനിയാവിനൊരു ക്രമമുണ്ട്, ഈ ദുനിയാവിനൊരു ക്രമമുണ്ട്, നമ്മുടെ വിശ്വാസത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ ആരെങ്കിലും അക്രമം കൂട്ടിച്ചേർത്താൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു പൊളിച്ചു കളയും. അല്ലാഹു പറയാണ്, വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ ആ ക്രമത്തിൽ അവർ അക്രമം കലർത്തിയിട്ടില്ല. ശുദ്ധമായ വിശ്വാസത്തിന്റെ വക്താക്കളാണ് അവർ. ഉലൈക ലഹുമുൽ അംന്, അവരാണ് നിർഭയത്വമുള്ളവർ, അവർക്കാണ് അല്ലാഹു നിർഭയത്വം നൽകുക. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗധാരികളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, 18ഓളം പ്രവാചകന്മാരുടെ പേര് പഠിപ്പിച്ചിട്ട്, ആ 18 പ്രവാചകന്മാരുടെ പേര് പഠിപ്പിക്കുമ്പോ അതിൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരുണ്ട്. ആ പ്രവാചകന്മാരുടെ പേര് പഠിപ്പിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഈ പറഞ്ഞ പ്രവാചകന്മാരാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ വിശ്വാസത്തിലാണ് അക്രമം ചേരുന്നതെങ്കിൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നാം പൊളിച്ചു കളയുന്നതാണ്. അവരുടെ നമസ്കാരങ്ങളാവട്ടെ, അവരുടെ പ്രബോധനമാവട്ടെ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവരേറ്റ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളാവട്ടെ എല്ലാം നാം പൊളിച്ചു കളയുന്നതാണ്. ഒന്നും അല്ലാഹു നിലനിർത്തുകയില്ല. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കണം. ഒന്നുകൂടി ആ വാക്കിന് അല്ലാഹു അടിവരയിട്ട് ഓർമ്മപ്പെടുത്തി. ആരോടാ പറയുന്നതോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, നബിയേ, ലഇൻ അശ്റക്ത, നിങ്ങളുടെ ജീവിതത്തിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലും. ആരോടാണ് പറയുന്നത്? ആരോടാ പറയുന്നത്? ജാഹിലിയ്യ കാലഘട്ടത്തിൽ അന്ധവിശ്വാസം പേറി നടന്നിരുന്ന, വളരെ വികൃതമായ വിശ്വാസവും പേറി നടന്നിരുന്ന ഒരു വിഭാഗം ആളുകളിലേക്ക് അവരുടെ ആ ശിർക്കിനെ ഉന്മൂലനം ചെയ്യാനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി അല്ലാഹു നിയോഗിച്ച ആ പ്രവാചകനോട് അല്ലാഹു പറയാണ്, നബിയെ, ലൈൻ അശ്റക്ത, നിങ്ങളുടെ ജീവിതത്തിലാണ്, നിങ്ങളുടെ വിശ്വാസത്തിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലും, അവിടെ നിങ്ങൾക്കാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലും, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മങ്ങളും ഞാൻ എന്ത് ചെയ്യും? പൊളിച്ചു കളയും. എന്ന് മാത്രല്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയെ, നിങ്ങളെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പെടുത്തും നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത് പറയുമ്പോ പലപ്പോഴും നമുക്കൊരു നിർഭയത്വമുണ്ട്, ഒരു സമാധാനം. എന്താണ്? എന്റെ ജീവിതത്തിൽ ശിർക്കില്ല. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, വേറെ ഒരാളോടും പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളെയും പരിശോധിക്കുമ്പോ അവരല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് അവസ്ഥകൾ, ദയനീയമായ രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ നിയോഗിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ബൈത്തുകളിലൂടെ അവരുടെ ആ വിശ്വാസത്തിൽ അക്രമം കലർത്താണ്, അല്ലെ? അവരിങ്ങനെ ഈടത്തിൽ അവരിങ്ങനെ പാടണം. എന്താണ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ ബഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നബിയെ, അറ്റമില്ലാത്ത പാപം എന്ന് പറയുന്ന വാഹനത്തിൽ ഞാൻ കയറിയിരിക്കുകയാണ്, അറ്റമില്ലാതെ ഞാനിങ്ങനെ ആ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നബിയെ, നിങ്ങളോട് ഇത് അന്യായം ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ എന്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് പഠിപ്പിക്കുക. അവരിങ്ങനെ പ്രവാചകനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹുവല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് പുറത്തു തരിക?
ഒക്കെ നിങ്ങൾ അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, അവര് ഒരുപാട് ഇതുപോലെയുള്ള ബൈത്തുകളിലൂടെ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്ന ദയനീയമായ രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ അക്രമം കലർത്തുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ വിശ്വാസം എന്താണ്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ് എന്നതാണ്. ആ വിശ്വാസത്തിൽ, ആ ക്രമത്തിൽ അക്രമം കലർത്തിയാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും എന്തെയും അള്ളാഹു പൊളിച്ചു കളയും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് വെറുതെ പറയല്ല. നമ്മൾ വിചാരിക്കും ഞാൻ ഖുർആനും സുന്നത്തൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യൂല, ശിർക്ക് കടന്നു വരൂല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിർഭയത്വം തോന്നുന്നുണ്ടെങ്കിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കണം നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ബഖറയിലൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ അവസാന രംഗം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വരച്ചു കാണിക്കുന്നുണ്ട്. അല്ലാഹു പറയാണ്, അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന രംഗം നിങ്ങളെങ്ങാനും ആ രംഗത്തിന് സാക്ഷികളായിരുന്നുവെങ്കിൽ അവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മക്കളോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദീ, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആരെയാണ് ആരാധിക്കുക എന്നതല്ല ചോദ്യം. മാ തഅബുദൂന മിൻ ബഅദീ, എനിക്ക് ശേഷം എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? നോക്കൂ നിങ്ങൾ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇല്ലാത്തൊരു നിർഭയത്വം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം ജീവിതത്തിന്റെ സിംഹഭാഗവും അള്ളാഹുവിന്റെ തൗഹീദ് പ്രബോധനം ചെയ്യാൻ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കാൻ നിയോഗിതനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇല്ലാത്തൊരു നിർഭയത്വം പ്രിയപ്പെട്ട മുവഹ്ഹിദുകളെ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് മക്കൾ പറയുകയാണ്, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. വാപ്പാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു റബ്ബുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പ്രാർത്ഥിച്ച ഒരു റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായിരിക്കും ഞങ്ങൾ. നോക്കൂ നിങ്ങൾ, യാക്കൂബ് നബി അലൈഹി സ്വലാമക്ക് പേടിയാ മരിക്കണ സമയത്ത്. എന്ത് പേടി? എന്റെ മക്കൾ തൗഹീദിൽ തെറ്റിപ്പോകുമെന്ന്. ഇനി അത് മാത്രമാണല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടിണ്ടായിട്ടുണ്ട്. മഹാനായ അബൂബക്കർ അടക്കമുള്ള സഹാബികളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹാബാ, നിങ്ങളിലേക്ക് ഒരു കറുത്ത പാറയിലൂടെ ഉറുമ്പരിച്ചു വരുന്ന ഗോപ്യമായിക്കൊണ്ട്, അത്രത്തോളം ഗോപ്യമായി ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. സ്വഹാബികള്, നബിയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ശിർക്കോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചോ? ഇല്ല, ചോദിച്ചിട്ടില്ല. പ്രവാചകനോട് ചോദിച്ചത്, നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യും, എന്ത് പ്രാർത്ഥിക്കണമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പ്രാർത്ഥന വരെ പഠിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അൻ ഉശ്രിക ബിക വഅനാ അഅലം, അറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതേപോലെ തന്നെ വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അൻ ഉശ്രിക ബിമാ ലാ അഅലം, അറിയാതെ ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന്, ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് തൊട്ട് പടച്ചോനെ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ കുടുംബവും ബിസിനസ്സും വിഷയമായ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് വിജയിക്കാൻ എന്തെന്നാണോ അടിസ്ഥാനപരമായി നമുക്കുണ്ടാവേണ്ടത്? തൗഹീദാണ്. ആ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അതിൽ തെറ്റിപ്പോകാതിരിക്കാനുള്ള നിരന്തരമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവണം. രണ്ടാമത്, നമ്മുടെ കർമ്മങ്ങൾ പരിഗണിക്കാൻ ഉണ്ടാവേണ്ട നിബന്ധന എന്താണെന്നറിയോ? ഇഖ്ലാസ് ഉണ്ടാവുന്നതാണ്. ഇഖ്ലാസ് ഉണ്ടാവുന്നത്, ആ ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ ചെയ്യാനാണ് അല്ലാഹു
ഈ ദുനിയാവിലേക്ക് പ്രിയപ്പെട്ടവരെയും എന്നെയും നിങ്ങളെയും നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതുപോലും ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുക്കണമെന്നതാണ്. അള്ളാഹു പറയാണ്, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറൂ, അള്ളാഹു ഒരിക്കലും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിനാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുക്കാനല്ലാതെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി നമ്മൾ നോമ്പെടുക്കുന്നു, എത്ര കാലമായി നമ്മൾ നമസ്കരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു നമസ്കാരം? എന്തിനു വേണ്ടിയായിരുന്നു ആ നോമ്പ്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെ, പലപ്പോഴും നോമ്പ് വരുമ്പോ നമ്മൾ പറയുന്നത്, നോമ്പ് വന്നു, ഇനി നോമ്പാട് കഴിയുമ്പോഴേക്ക് തടി ഒന്നാണ് കുറക്കണം, അല്ലെങ്കിൽ ഒന്നാണ് കുറയും. ആ നോമ്പിലേക്ക് കയറുന്നതന്നെ എന്തിനാണ്? തടി ഓർക്കാനാണ്. അങ്ങനെ ഓരോ കർമ്മങ്ങൾക്കും നമ്മൾ ഒരു മുഅ്മിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? നോമ്പ് നോക്കുന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും, ഒരു ദാനധർമ്മം നടത്തുന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം എന്തായിരിക്കും? അവരുദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൃത്യമായി പ്രതിഫലം ലഭിക്കണം എന്നതാണ്. രണ്ടാമത് ഉദ്ദേശം ഒരു വിശ്വാസിക്ക് ഉണ്ടാവൂല. ആ ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ ഇക്കാലമത്രയും നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും ഓരോ മനുഷ്യന്റെ കർമ്മങ്ങളും അള്ളാഹു പരിഗണിക്കുക അവന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോ മനുഷ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും അവന് കിട്ടുക. എന്നിട്ട് ഒരു ഉദാഹരണം പഠിപ്പിക്കുക റസൂല്. ആ ഉദാഹരണം പഠിപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രബോധനം നടത്തി അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ ചില ആളുകളിലും അവരുടെ ഉദ്ദേശം വേറെ പലതുമായിരുന്നു. അള്ളാന്റെ അടുത്തുനിന്ന് കൂലി കിട്ടണം എന്നത് മാത്രമായിരുന്നില്ല ചില ആളുകളുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തെ തിരുത്തിക്കൊണ്ട് റസൂൽ പഠിപ്പിക്കുകയാണ്. ആരുടെയെങ്കിലും ഹിജ്റ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരാളുടെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫകാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കും എത്തും. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ, ഒരാൾ ഹിജ്റ പോണത് ഒരു സ്ത്രീ വിവാഹം കഴിക്കണം എന്ന ഉദ്ദേശത്തോടെയാണോ? അതല്ല ദുനിയാവിന്റെ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഫക്കാനത്ത് ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനാണോ ഹിജ്റ പോയത്? വിവാഹം കഴിക്കാനാണെങ്കിൽ വിവാഹം കഴിക്കാം, ദുനിയാവിലെ കച്ചവടം ചെയ്യണം എന്നാണെങ്കിൽ കച്ചവടം ചെയ്യാം. എന്നാൽ ആ ഉദ്ദേശം കച്ചവടം ചെയ്യലാണെങ്കിൽ അതിന് അല്ലാഹു പ്രതിഫലം തരില്ല. വിവാഹം കഴിക്കലാണെങ്കിൽ വിവാഹം കഴിക്കാനെന്നല്ലാതെ അതിന് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമില്ല എന്നതാണ്. ഫക്കാനത്ത് ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനാണോ ഹിജ്റ പോയത് അതേ ഉള്ളൂ. അതല്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലമില്ല എന്നത് പ്രിയപ്പെട്ടവരെയും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാണ്. മാത്രമല്ല ഈ ഇഖ്ലാസിൽ അക്രമം കലരുന്നതിനെയാണ് റിയാ എന്ന് പറയുന്നത്, ലോകമാന്യത. അതിനെയും പ്രവാചകൻ പഠിപ്പിച്ചത് അശ്ശിർക്കുൽ അസ്ഗർ എന്നാണ്, ചെറിയ ശിർക്ക്. ആദ്യം പറഞ്ഞത് വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്യും? ദീനിൽ നിന്ന് പുറത്തു പോണ കേസാണ്. രണ്ടാമത്തെ ദീനിൽ നിന്ന് പുറത്തു പോകൂല, ദീനിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകൂല. പക്ഷേ അവന്റെ കർമ്മങ്ങൾ എന്ത് ചെയ്യൂല? അള്ളാഹു പരിഗണിക്കുകയില്ല. അള്ളാഹു അതൊന്നും പരിഗണിക്കൂല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തോടെ അല്ല, നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഒരു സംഭവം റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആദ്യമായി നരകത്തിലേക്ക് കത്തിക്കാൻ വേണ്ടി എറിയപ്പെടുന്ന 3 മനുഷ്യർ അവർ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അവരുടെ ഇബാദത്തുകളിൽ ശിർക്കുണ്ടായി എന്നതാണ്. എന്ന് പറഞ്ഞാൽ ലോകമാന്യത ഉണ്ടായി എന്നതാണ്. അതില് ഒന്നൊരു പണ്ഡിതനായിരുന്നു. അല്ലാഹു ഒരുപാട് അറിവ് നൽകിയ, ഇൽമു നൽകിയ ഒരു മനുഷ്യൻ. അയാൾ നരകത്തിലാണ്. അയാൾ നരകത്തിൽ പോകാനുള്ള കാരണം അദ്ദേഹം ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തത്, അദ്ദേഹം ഫത്വകൾ നൽകിയത്, അദ്ദേഹം ആളുകൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാന്റെ വജു ഉദ്ദേശിച്ചിട്ടല്ല. രണ്ടാമത്തത് അള്ളാഹ് ഒരുപാട് സമ്പത്ത് നൽകിയ മനുഷ്യനാണ്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവും. ഒരുപാട് സമ്പത്ത് നൽകപ്പെട്ട ആളുകൾ അവർ ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് കൊടുക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആ സമ്പത്ത് നൽകിയ മനുഷ്യൻ നാളെ നരകത്തിലാണ്. എന്താ കാരണം? അള്ളാഹ് ചോദിക്കും, ഞാൻ സമ്പത്ത് തന്നില്ലേ, എന്ത് ചെയ്തു? ആ മനുഷ്യൻ പറയും, പടച്ചോനെ, നീ നൽകിയ സമ്പത്തിൽ നിന്ന് ഞാൻ ആളുകൾക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്,
അല്ല പറയും നീ പറഞ്ഞത് കളവാണ്, നീ കൊടുത്തിട്ടുണ്ട് എന്നത് ശരി, പക്ഷേ നീ കൊടുത്തതൊന്നും എന്റെ വജു ഉദ്ദേശിച്ചിട്ടല്ല. നീ കൊടുത്തതൊക്കെ എന്തിനാണ്? ആൾക്കാർ നിന്നെ പറ്റി അള്ളാന്റെ മാർഗത്തിൽ ഒരുപാട് കൊടുക്കുന്ന ആളാണ് എന്ന് പറയണം. ആ ആഗ്രഹത്തോടെയാണ് നീ ധർമ്മം നടത്തിയത്. അതിന്റെ അടുക്കൽ കൂലില്ല, അതിനെന്റെ അടുത്ത പ്രതിഫലമില്ല. മൂന്നാമത്തത്, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്, അയാൾ നരകത്തിലാണ്. എന്തിനാ അയാൾ നരകത്ത് പോകാനുള്ള കാരണം? അല്ല ചോദിക്കും, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, നീ എന്ത് ചെയ്തു? ആ മനുഷ്യൻ പറയും, പടച്ചോനെ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, ആ യുദ്ധത്തിലാണ് ഞാൻ ഷഹീദായത്. അല്ല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ യുദ്ധം ചെയ്തിട്ടുണ്ട് ശരി, പക്ഷേ നീ യുദ്ധം ചെയ്തത് എന്റെ വജു ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് നീ യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലുള്ള നീയത്ത് എന്ന് പറയുന്നത് എന്നെ പറ്റി ആളുകൾ ഞാനൊരു നല്ല ധീരനാണ് എന്ന് പറയണം. അതായിരുന്നു നിന്റെ ആഗ്രഹം. അത് ആളുകൾ നിന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മൂന്നാളുകൾക്കും പ്രതിഫലമില്ല. നിങ്ങൾ മൂന്നുപേരും എന്ത് ചെയ്യണം? നരകത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. മാത്രല്ല, അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ആളുകൾ എന്ത് ചെയ്യും? അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങളുടെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ വരുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, യഖൂലുല്ലാഹു അസ്സ വജല്ല ലഹുമുൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, അവരോട് പറയുന്നതാണ്, ഇദാ ജുസിഅൻ നാസു ബിഅഅമാലിഹിം, ആളുകൾ അവരുടെ കർമ്മത്തിന് പ്രതിഫലം വാങ്ങാൻ വരുന്ന സമയത്ത് എന്താണ് അവരോട് പറയുന്നത്? ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ, ദുനിയാവിൽ ആരെ കാണിക്കാനാണോ നിങ്ങൾ ഓരോ കർമ്മങ്ങളും ചെയ്തത്, നിങ്ങൾ നമസ്കരിച്ചത്, നിങ്ങൾ നോമ്പെടുത്തത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് സമ്പത്ത് നൽകിയത്, ആരെ കാണിക്കാനാണോ അവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ, എന്നിട്ട് അവരടുക്ക് ചെന്നിട്ട് അവരുടെ അടുത്ത് വല്ല പ്രതിഫലം ഉണ്ടോ നോക്കണം. ഈ കർമ്മങ്ങൾക്കൊന്നും ഞാൻ പ്രതിഫലം തരില്ല, ഈ കർമ്മങ്ങൾക്കൊന്നും എന്റെ അടുക്കൽ പ്രതിഫലമില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന വല്ലാത്ത ഒരു രംഗം പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അത് ഉണ്ടാവാൻ പാടില്ല, റിയാ ഉണ്ടാവാൻ പാടില്ല. കൃത്യമായി ഇഖ്ലാസുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. ഓരോ കർമ്മത്തിലും ഇഖ്ലാസ് ഉണ്ടാവണം. ഈ ഇഖ്ലാസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന് നിസ്കാരം, നമസ്കാരം. സൂറത്തുൽ മാഊൻ നമുക്കറിയാം. അവിടെ നമ്മളൊക്കെ പലപ്പോഴും ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞിട്ട് നിർത്തലാണ്. പക്ഷേ അതിന്റെ അടുത്ത ആയത്ത് വല്ലദീനഹും യുറാഊൻ, അവരാരാണ്? ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അവരും ആരുടെ കൂട്ടത്തിലാണ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നഷ്ടത്തിൽ പൊട്ടുപോകുന്ന നമസ്കാരക്കാരുടെ കൂട്ടത്തിലാണ് ആര്? ഈ പറഞ്ഞ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഈ റിയാനെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വനഹു നതദാക്കറുൽ മസീഹ് ദജ്ജാൽ, പ്രവാചകൻ മസീഹ് ദജ്ജാലിനെ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് പ്രവാചകൻ പറയാണ്, അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ. സ്വഹാബത്തെ, മസീഹ് ദജ്ജാലിനേക്കാളും ഞാൻ പേടിക്കുന്ന ഒരു വിഷയം, ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാല ഖുൽനാ ബലാ, സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, നബിയേ അതെ, ഞങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ശിർകുൽ അഖഫിയ്, ഗോപ്യമായ ശിർക്കാണത്. ഏതാണ് ആ ഗോപ്യമായ ശിർക്ക്? ഒരു ഉദാഹരണത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അയ്യഖൂബർ റജുലു യുസല്ലി, ഒരു മനുഷ്യൻ അവൻ നമസ്കരിക്കുകയാണ്, ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദിർ റജുലി, ഒരു മനുഷ്യൻ അവന്റെ നമസ്കാരത്തെ അവൻ നന്നാക്കാനുള്ള കാരണം, അവൻ ആ നമസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു മനുഷ്യൻ കയറി വന്നു, അപ്പൊ ആ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ഇവന്റെ നമസ്കാരത്തെ അവൻ നന്നാക്കി. അതാണ് റിയാ, അതാണ് ശിർകുൽ ഖഫീ. അത് പ്രവാചകൻ മസീഹ് ദജ്ജാലിനേക്കാൾ പ്രവാചകൻ പേടിച്ചൊരു വിഷയമാണ്. കാരണം മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ കാണുന്ന വലിയ ഫിത്നയാണെന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. പക്ഷേ
ഷിർക്കുൽ ഖഫി എന്ന് പറഞ്ഞാലേ ജീവിതത്തിലേക്ക് വരുന്നതിനെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്, പലപ്പോഴും ഈ ഷിർക്കുൽ ഖഫി വരലപ്പോഴെന്നറിയോ, ദാനധർമ്മം നടത്തുന്ന സമയത്താണ്. ഒരു മദ്രസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്, അതിനെ വല്ലതും തരണം എന്ന് പറയുമ്പോ പലപ്പോഴും പല ആളുകളും കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്താണ് ഇബ്ലീസ് നമ്മളെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ ഇഖ്ലാസിൽ പ്രശ്നം ഉണ്ടാക്കൽ അപ്പോഴാണ്. എന്താണെന്നറിയോ, ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണ്ടേ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോ ആദ്യം എണീറ്റ് നിൽക്കുമ്പോ അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടുന്നതേക്കാരം. പക്ഷെ കൊടുക്കുമ്പോ എന്ത് ചെയ്യും, ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഇതിങ്ങനെ കൊടുക്കുമ്പോ ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം എന്നൊരു തോന്നൽ മനസ്സിൽ വരും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, വിശ്വാസികളെ, ലാ തുബ്ദിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ശല്യമുണ്ടാക്കിക്കൊണ്ട് വിശ്വാസികളെ നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ഏതുപോലെ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ അവരുടെ സ്വതക്കകൾ ഇങ്ങനെ അവരിങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധർമ്മം നടത്തി അവരുടെ സ്വതക്കകൾ ബാത്തിലാക്കുന്നത് പോലെ, വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്തവർ അവരുടെ ദാനധർമ്മങ്ങളെ ബാത്തിലാക്കുന്നത് പോലെ, ആളുകളെ കാണിക്കാൻ വേണ്ടി ധർമ്മം നടത്തുന്ന ആളുകൾ അവരുടെ ധർമ്മങ്ങളെ ബാത്തിലാക്കുന്നത് പോലെ നിങ്ങളുടെ സ്വതക്കകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ബാത്തിലാക്കരുത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആളുകളെ കാണിക്കാൻ വേണ്ടി ധർമ്മം നടത്തിയാൽ അത് ബാത്തിലാണ്, അല്ലാഹു അത് പരിഗണിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ് റിയാ എന്ന് പറയുന്നത്. അല്ലാഹു പറയാണ്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സ്വാലിഹായ കർമ്മങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദാ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ അനുയായികൾ ഈ കൽപ്പനയെ, ഈ ഉണർത്തലുകളെ നെഞ്ചോട് ചേർത്തവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ പറ്റി വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ദഹ്റിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്, വയതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, അവരവരുടെ ഭക്ഷണം, അവർക്ക് ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിരിക്കെ തന്നെ, ഭക്ഷണത്തോട് അവർക്ക് പ്രിയമുണ്ടായിരിക്കെ തന്നെ അവർ അവരുടെ മുമ്പിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്കും തടവുകാരായ ആളുകൾക്കും അഗതികളായ ആളുകൾക്കും ഭക്ഷണം നൽകുന്നവരാണ്. പാവപ്പെട്ടവന്, അഗതിക്ക്, തടവുകാർക്കൊക്കെ ഇവർക്ക് ഭക്ഷണത്തോട് ആവശ്യമുണ്ട്. ആ സമയത്ത് തന്നെ അവർ ഭക്ഷണം കൊടുക്കും. എന്തിനാണ്? അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അത് കൊടുക്കുന്ന സമയത്ത് ആ നൽകപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ള ഒരു നന്ദിവാക്കോ അതേപോലെ തന്നെ ഒരു പ്രതിഫലമോ അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ആ കൊടുക്കുന്ന ഓരോ സ്വഹാബിയും ആഗ്രഹിക്കുന്നത്, ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാണെന്നറിയോ? ഒരുപാട് പേർക്ക് ഭക്ഷണം നൽകുന്നവരാണ് നമ്മൾ, ഒരുപാട് മദ്രസകൾ സ്ഥാപിക്കുന്നവരാണ് നമ്മൾ, ഒരുപാട് പള്ളികൾ കൊടുത്തുയർത്തുന്നവരാണ് നമ്മൾ. ആ കർമ്മങ്ങളിലൊന്നും ഇതല്ലാതെ മറ്റൊരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല, അള്ളാന്റെ വജ്ഹല്ലാതെ മറ്റൊരു ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ്. മൂന്നാമത്തത്, ആദ്യത്തെ രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മൂന്നാമത്തത് പ്രവാചകന്റെ മാതൃക ഉണ്ടാവുക എന്നുള്ളത്. അതേത് ഇബാദത്തിലും വളരെ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് പ്രവാചകന്റെ മാതൃക, അല്ലേ? നിങ്ങൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾക്ക് ഈമാനുണ്ട്, ഇഖ്ലാസുണ്ട്, പക്ഷേ അയാള് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ അല്ല നിസ്കരിക്കുന്നത്. അയാൾ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന രൂപം തെറ്റാണ്, അത്തഹിയ്യാത്തിൽ ചെല്ലുന്ന ദിക്റുകൾ തെറ്റാണ്, അല്ലെങ്കിൽ അയാൾക്ക് തിരക്കിട്ട് അയാൾ റുക്കൂ ചെയ്തിട്ടില്ല, നേരെ സുജൂദാണ് ചെയ്യണത്. ആ നിസ്കാരം ചെയ്യൂല, റബ്ബ് പരിഗണിക്കൂല. ആ നിസ്കാരം റബ്ബ് പരിഗണിക്കൂല, അല്ലെ? പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കണതാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിസ്കരിക്കണം. ഖുദൂ അന്നി മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കി പഠിച്ചോണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. അത് കേവലം ഒരു ഹജ്ജും അതേപോലെ തന്നെ ഒരു നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ല, ഏത് വിഷയത്തിലും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഏത് രൂപത്തിലാണ് നമുക്ക് ചെയ്തു കാണിച്ചു തന്നത്, അതുപോലെ ആയിരിക്കണം. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. എണ്ണത്തിലും വണ്ണത്തിലും രൂപത്തിലൊന്നും ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിച്ചേർത്തണം നിൽക്കുക. ഓരോ കർമ്മത്തിലും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്. അങ്ങനെ ഈ 3 നിബന്ധനകളുള്ള കർമ്മങ്ങളാണ്, ഈ 3 ഗുണങ്ങൾ ഒത്തിറങ്ങിയ കർമ്മങ്ങളെയാണ് റബ്ബ് നാളെ പരലോകത്ത് പരിഗണിക്കുക. ഈ കർമ്മങ്ങൾക്കാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയാം. അമലു സ്വാലിഹാത്ത് എന്ന് പറയാം ഈ വിശ്വാസവും അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുള്ള ആളുകൾക്കാണ് സ്വർഗം. അതാണ് ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത്. അല്ലാഹു പറഞ്ഞല്ലോ, അമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസവും അതേപോലെ തന്നെ അമലുസ് സ്വാലിഹാത്തും ചെയ്ത ആളുകൾ അവർക്ക് ഫലഹും ജന്നാത്തുൽ മഅ്വാ, അവരുടെ സങ്കേതമായി കൊണ്ട് അല്ലാഹു അവർക്ക് നൽകുന്നത് സ്വർഗമാണ്. അല്ലാഹു അവർക്ക് നൽകുന്നത് സ്വർഗമാണ്. അപ്പൊ സ്വർഗം കിട്ടാൻ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഈമാനാണ്, 2 അമലുസ് സ്വാലിഹാത്താണ്. അവർക്കാണ് സ്വർഗം. നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിലേക്ക് അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം പറഞ്ഞിടത്തും അല്ലാഹു മറ്റൊരു പ്രയോഗത്തിലൂടെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. എവിടെയാണ്? സൂറത്ത് മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യരെ ജീവിതവും മരണവും നൽകി ഈ ദുനിയാവിലേക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ്. അഹ്സനു അമല എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് ആരാണ് നോക്കാനാണ്. ഈ 3 നിബന്ധനകളുള്ള കർമ്മങ്ങളാണ് അഹ്സനു അമല എന്ന് പറയാം. അതെ, പ്രിയപ്പെട്ടവരെ, തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടുന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് മാ മഅന അഹ്സനുൽ അമൽ, ഏറ്റവും നല്ല അഹ്സന അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, അഖ്ലസഹു വസ്വബഹു, ഏറ്റവും നല്ല ഇഖ്ലാസ് ഉള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആ സുന്നത്ത്, പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് അഹ്സനു അമല എന്ന് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഈ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പുറകോട്ടടിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ തീരാ നഷ്ടമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം മരിക്കുന്ന സമയം മുതൽ മനുഷ്യന്മാരിങ്ങനെ സങ്കടപ്പെടും. ഏത്? ഈ അമലു സ്വാലിഹാത്ത് ഇല്ലാത്ത ആളുകള് അവര് മരിക്കുന്ന സമയം മുതൽ ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങും. ഒരുപാട് രംഗങ്ങളിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, അവരിങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കും. മരിക്കുന്ന സമയത്ത് അവൻ പറയും, ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരോ. എന്തിനു വേണ്ടി? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫിമാ തറക്തു, എന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ അവസരങ്ങളൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ജീവിതത്തിലേക്ക് തിരിച്ചയച്ചാൽ ഞാൻ ആ അവസരത്തെ ഉപയോഗപ്പെടുത്താമെന്നാണ്. മാത്രമല്ല, ആ നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിങ്ങനെ വിലപിക്കുകയാണ്, അയ്ന തദ്ഹബൂന ബിഹി, എവിടേക്കാണ് നിങ്ങൾ എന്നെയും കൊണ്ടുപോകുന്നത്? എവിടേക്കാ നിങ്ങൾ എന്നെയും കൊണ്ടുപോണേ? ആ മയ്യത്തിങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഖബറിലേക്ക് ഇറക്കി വെച്ച് ആ ഖബറിന്റെ ഉള്ളിലും അവൻ ഇങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ തുലാസിൽ കരം തൂക്കുന്ന സമയത്തും അവിടെയും അവരിങ്ങനെ പറയും, പടച്ചോനെ എനിക്കൊരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി നന്നാക്കുമായിരുന്നു എന്നാണ് അല്ലെ. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫൈനൂദിനാ ഫൈന്നാ ദാലിമൂൻ, അല്ലാഹുവേ ഈ കാണുന്ന ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് ഞങ്ങളെ കൊണ്ടാക്കി തരൂ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഒന്നുകൂടെ നന്നാക്കാം, ഞങ്ങൾക്കൊരവസരം തന്നാൽ എന്നാണ്. പക്ഷെ റബ്ബ് ഒരാൾക്കും ഒരവസരം തരൂല, ഒരാൾക്കും രണ്ടാമതൊരവസരമില്ല എന്നതാണ്. അതേപോലെ തന്നെ കിതാബ് തരുന്ന സമയത്തും ആ മനുഷ്യൻ ഇങ്ങനെ വിലപിക്കുകയാണ്. എന്താണ് പറയുന്നത്? യാ ലൈതനി ലമൂത കിതാബിയ, എന്റെ നാശമേ, എനിക്ക് ഈ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. വലം അദ്രി മാ ഹിസാബിയ,
ഈ വിചാരണ എന്താണ് എന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, പടച്ചോനെ ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. മാഗ്നാ അന്നീ മാലിയ, അവന്റെ സമ്പത്ത് അവൻ ഉപകരിക്കുകയില്ല, അവന് പ്രയോജനപ്പെടുകയില്ല. ഹലക അന്നീ സുൽത്താനിയ, അവന്റെ അധികാരം അവനെ നഷ്ടത്തിലാക്കി, അവന്റെ അധികാരം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവനിങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവനെ പിടിക്കുക, അവനെ പിടിച്ചു ബന്ധിക്കുക. തുമ്മൽ ജഹീമ സല്ലു, എന്നിട്ട് കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെ നിങ്ങൾ വലിച്ചെറിയുക എന്ന്. പ്രിയപ്പെട്ടവരെ, ആ നന്മകൾ ചെയ്യാത്ത മനുഷ്യനെ ചൂണ്ടിയിട്ട് അള്ളാഹു പറയുമെന്നാണ്. മാത്രമല്ല സൂറത്ത് കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇന്നത്തെ ദിവസവും നമ്മൾ ഓതിയ ഒരു ആയത്തുണ്ട്. ആ ആയത്തിലും അള്ളാഹു രംഗം വിശദീകരിക്കാണ്. അള്ളാഹു പറയാണ്, വവുലിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. ഓരോ മനുഷ്യനും അവന്റെ ഗ്രന്ഥം അവന്റെ കിതാബ് ഇങ്ങനെ നൽകപ്പെടുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, യാ വൈലതനാ, എന്റെ നാശമേ, മാ ലിഹാദൽ കിതാബ്, ഇതെന്തോ ഒരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഈ ഞാൻ ചെയ്തു വെച്ച ചെറുതോ വലുതോ ആയ ഒരു കർമ്മം പോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ആ ഗ്രന്ഥത്തിൽ, ആ കിതാബിൽ ആ മനുഷ്യൻ ഇങ്ങനെ കാണുകയാണ്. അവന് സ്വന്തത്തെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. കിതാബ് കാണുന്ന സമയത്ത്, നമ്മൾ ചെയ്ത കർമ്മം നമ്മൾ കാണുന്ന സമയത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവനിങ്ങനെ പറയും, അല്ലെ, നിനക്ക് താക്കീതുകാര് വന്നില്ലെന്ന് ചോദിക്കുമ്പോ വന്നിരുന്നു. സൂറത്തു മുൽക്കിലൂടെ തന്നെ അള്ളാഹു രംഗം വിശദീകരിക്കാണ്. നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അള്ളാഹു ചോദിക്കാണ്, ആ മലക്കുകൾ അവരോട് ചോദിക്കും, അലം യഅതികും നദീർ, താക്കീത് ചെയ്യാൻ നീക്ക് സ്വർഗവും നരകവും വിചാരണയും കിതാബും ഒക്കെ പറഞ്ഞു തരാൻ ആരും വന്നിട്ടില്ലേ? ആ സമയത്ത് അവര് പറയും, ഖാലൂ ബലാ, അതേ വന്നിരുന്നു, പക്ഷേ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഫകദ്ദബ്നാ, ആ സമയത്ത് ആ താക്കീതുകാർ ഞങ്ങൾ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, പടച്ചോൻ ഇങ്ങനത്തൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ പറയുന്നതൊക്കെ കളവാണ്, നിങ്ങളൊക്കെ വലിയ വഴികേടിലാണെന്നവര് അവരോട് ഞങ്ങൾ തിരിച്ചു പറയുകയാണ് ചെയ്തത്. എങ്ങനെ? താക്കീത് ചെയ്യാൻ ആളുകൾ വന്നപ്പോ നമ്മൾ അങ്ങോട്ട് വയലാണ്ട് കൊടുത്തു, പടച്ചോ ഇങ്ങനത്തെ ഒന്നും ഇറക്കിയിട്ടില്ല, ഇങ്ങനത്തെ ഒരു സ്വർഗോ ഇങ്ങനത്തെ ഒന്നും നരകമൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെ പറയണേ, നിങ്ങൾക്കാണ് തെറ്റിപ്പോയത് എന്ന് തിരിച്ച് ഞങ്ങൾ അവരോട് അങ്ങോട്ട് പറഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിൽ കടന്നിട്ടും തന്നെ അവസ്ഥ വിലപിച്ചുകൊണ്ടേയിരിക്കും. അവിടെ കടന്നിട്ട് ഇങ്ങനെ അട്ടഹസിക്കാണ്. എന്താണ് അട്ടഹസിക്കുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പടച്ചോനെ ഞങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ച കുറെ നന്മകളുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നാണ്. അല്ല ചോദിക്കെന്താരോ, അബലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ മാത്രം ഒരു ആയുസ് ഞങ്ങൾക്ക് തന്നില്ലേ? എന്നിട്ട് മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇല്ല, നിങ്ങൾക്കൊരു അവസരമില്ല. ഇല്ല, നിങ്ങൾ ആ നരകത്തിന്റെ ആ ശിക്ഷ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്കിതിൽ നിന്ന് ഒരു രക്ഷയില്ല എന്നാണ്. അള്ളാനെ കാണുമ്പോൾ ഇങ്ങനെ പറയും, പടച്ചോനെ ഒന്ന് ഞങ്ങളെ തിരിച്ചയക്കുമെന്നാണ്. സൂറത്തു സജദയുടെ ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കാണ്. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, ഈ നരകവും സ്വർഗവും ഹിസാബും കിതാബും മീസാനും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനകത്തുള്ള സംസാരങ്ങളും അതിനകത്തുള്ള ദീനരോധനങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫർജിഅനാ നഅമൽ സ്വാലിഹാ, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ? ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം.
ഇന്നാ മൂഖിനൂൻ. ഉറപ്പായും റബ്ബേ ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഉറപ്പായും ഞങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാമെന്ന് അല്ലാഹുവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ഈ സങ്കടപ്പെടലുകളല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ അധ്യക്ഷ ഭാഷണത്തിൽ മഹാനായ ബഹുമാനപ്പെട്ട അബ്ബാസ് നമ്മോട് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സമറിലെ ഒരു ആയത്തുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. തഖ്വയുള്ള ആളുകൾ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ, അവരെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുപോവുകയാണ്. ഹത്താ ഇദാ ജാഊഹാ ഫഫുതിഹത് അബ്വാബുഹാ. ആ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ, ആ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഖസനതുഹാ. അതിന്റെ കാവൽക്കാരവരോട് പറയുകയാണ് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ സംശുദ്ധരായ നിലയിൽ ഈ സ്വർഗത്തിലേക്ക് നിത്യവാസികളായി കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക എന്ന് സ്വർഗാവകാശികളോട് പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ആ സ്വർഗം കിട്ടാനാണ് നമ്മൾ പണിയെടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു പറയുകയാണ് അഅദ്തു ലിഇബാദിയസ് സ്വാലിഹീൻ. എന്റെ സ്വാലിഹീകളായ സച്ചരിതരായ എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതേവരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സും ഇതേവരെ വിഭാവന ചെയ്തിട്ടില്ലാത്ത അത്രയും വിശാലമായ, അത്രയും അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലേ, നോക്കൂ നിങ്ങൾ, ആ സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന മനുഷ്യൻ അള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, പടച്ചോനെ സ്വർഗം നിറഞ്ഞേക്കണേ, ഞാൻ ഇതിനുള്ളിൽ കയറാൻ കഴിയൂല. അള്ളാഹ് പറയില്ല, ഇനിയും അതിന് വിശാലമായ സ്ഥലമുണ്ട്, അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവസാനം മുട്ടിലിഴഞ്ഞൊരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പടച്ചോനെ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിയരുതേ എന്നതാണ്. കാരണം സഹിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ശിക്ഷ അത്രമേൽ ഭയാനകമാണ്. നരകത്തിന്റെ ശിക്ഷ അത്രമേൽ ഭയാനകം. ഏറ്റവും ചെറിയ ശിക്ഷയെ പറ്റി റസൂൽ പഠിപ്പിച്ചത് ഒരു ചെരുപ്പ് ധരിക്കാൻ തരുന്ന, അവരുടെ തലച്ചോറ് ഇങ്ങനെ തളച്ചു മറിയുന്ന. നാലുചുക്കിങ്ങള് വലിയ, നമ്മളെ ഈ ചെറിയ തടിയൊന്നല്ല, നരകത്തിൽ വലിയ ആചാര ബാഹുക്കളാണ് ഓരോ മനുഷ്യരും. ആ മനുഷ്യന്റെ തലച്ചോറ് ഇങ്ങനെ തളച്ചു മറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്രമേൽ ഭയാനകമായിരിക്കും ആ നരകം എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കത്തിയാളുന്ന ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ വിദേശ രാജ്യത്ത് വന്ന് ഞങ്ങൾ പണിയെടുക്കുമ്പോഴും ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വാർത്തകൾ, അപകട മരണങ്ങൾ, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന മക്കൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. പടച്ചോനെ, അത്തരത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പതറിപ്പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ, നാളെ പരലോകത്ത് ഞങ്ങളെ നീ അപമാനിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ഒരുപാട് സ്വാലിഹായ കർമ്മങ്ങൾ, ഒരുപാട് അഹ്സന അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, റിയായിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ശിർക്കിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ നീ ഞങ്ങൾക്ക് ഈമാൻ നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ പരലോകത്ത് അർശിന്റെ തണലിലേക്ക് നീ ചേർത്ത് നിർത്തുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും
والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة رب ارحمهما كما ربيانا صغيرا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.